ഹലോ, ഇന്ന് നമുക്ക് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാനെടുത്ത് സവോള, പച്ചമുളക്, ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അങ്കമാലി മാങ്ങാക്കറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ മിക്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാം പാൽ, നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊച്ചുള്ളി ഇട്ട് മുളക് പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പിലയും വറ്റമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചൊന്ന് താളിച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.